ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. റൂഫ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെയും സ്കാഫോൾഡിംഗ് ഷോറിംഗ് അണ്ടർപിന്നിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെയും. സോ ആദ്യമേ നമുക്ക് റൂഫ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോവർ എഡ്ജ് ഓഫ് ദ ഇൻക്ലൈൻഡ് റൂഫ് സർഫേസ് ഇസ് കോൾഡ് ഓപ്ഷൻ എ പിച്ച്, ഓപ്ഷൻ ബി ഈവ്സ്, ഓപ്ഷൻ സി ക്ലീറ്റ് and option D gable. The other question, next question, the apex line of sloping roof is called option A rise, option B ridge, option C hip, option D valley. Third question, our same topic il ninnu, the beam resting on purlins are known as option A common rafter, option B strings, option C trimmers, and option D principal rafter. Next question, the member which is placed horizontally to support common rafter of a sloping roof is called option A purlin, option B batten, option C cleat, and option D strut. Adutha question, the topmost part of a sloping roof is called option A pitch, option B eaves, option C gable, and option D ridge. So ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ റൂഫ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമുക്ക് റൂഫ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് വീണ്ടും വരാം. സോ റൂഫിൽ എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന രണ്ട് ടേംസാണ് ബാറ്റണും കോമൺ റാഫ്റ്ററും. ബാറ്റൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ റൂഫിംഗ് മെറ്റീരിയലിൻ്റെ ആ ഒരു പ്രോപ്പർ സ്പേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ടും കറക്റ്റ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ബാറ്റൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത് റൂഫിൻ്റെ ആ ലോഡ് അല്ലെങ്കിൽ റൂഫ് കവറിങ് മെറ്റീരിയലിനൊരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ലോഡ് താങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ റാഫ്റ്റർ യൂസ് ചെയ്യുന്നത്. സോ സ്പേസിങ്ങിന് വേണ്ടിയിട്ടും ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാറ്റൺ ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം ലോഡും സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് ലോഡ് താങ്ങാൻ വേണ്ടിയിട്ടും സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും റൂഫിംഗ് മെറ്റീരിയൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കോമൺ റാഫ്റ്റർ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻക്ലൈൻഡ് മെമ്പേഴ്സിനെയാണ് കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഇൻക്ലൈൻഡ് മെമ്പേഴ്സിനെയാണ് കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. സോ കോമൺ റാഫ്റ്റർ റെസ്റ്റ് ചെയ്യുന്നത് കോമൺ റാഫ്റ്ററിൻ്റെ ഒരു എൻഡ് വന്നിട്ട് റിഡ്ജ് ബീമിലും മറ്റേ എൻഡ് വാൾ പ്ലേറ്റിലുമാണ്. ഓക്കെ, വാൾ പ്ലേറ്റിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ അതിന് ഫുള്ളി സപ്പോർട്ടഡ് ആയിരിക്കും. സോ ഒരു എൻഡ് റിഡ്ജ് ബീമിലും മറ്റേ എൻഡ് വാൾ പ്ലേറ്റിലും നിൽക്കും കോമൺ റാഫ്റ്ററിൻ്റെ. ഇതായിരിക്കും കോമൺ റാഫ്റ്റർ. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട് ഇപ്പോൾ വാൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ത്രൂ ഔട്ട് സപ്പോർട്ടായിരിക്കും ഉള്ളത്. അതേസമയം ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എങ്കിൽ, ഇതേപോലെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ് ഈ ബീമിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ബീമിനെ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ ബ്രസ്യൂമർ എന്നുള്ളതാണ്. അതായത് കോമൺ റാഫ്റ്ററിൻ്റെ ഒരു എൻഡ് റിഡ്ജ് പ്ലേറ്റിൽ സപ്പോർട്ടഡ് ആയിരിക്കും, റിഡ്ജ് ബീമിൽ സപ്പോർട്ടഡ് ആയിരിക്കും, മറ്റേ എൻഡ് വാൾ പ്ലേറ്റിലല്ല, പകരം ബ്രസ്യൂമറിലായിരിക്കും സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. അതിന് ബ്രസ്യൂമർ എന്ന പേര് ലഭിക്കാനുള്ള കാരണം അതിൻ്റെ അകത്ത് വാൾ പ്ലേറ്റിനെ പോലെ ത്രൂ ഔട്ട് സപ്പോർട്ടല്ല ഉള്ളത്, ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ് ആ ബീമിന് ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ ബ്രസ്യൂമർ എന്ന് വിളിക്കുന്നത്. അടുത്ത നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ റിഡ്ജ് ബീം ഇവിടെ വരെ, അതായത് നമ്മുടെ വാൾ പ്ലേറ്റ് അല്ലെങ്കിൽ ബ്രസ്യൂമറിൻ്റെ എൻഡ് വരെ ആയിരിക്കത്തില്ല, കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു എഡ്ജിനെ വിളിക്കുന്ന പേരാണ് ഈവ്. ഓക്കെ, അപ്പോൾ റിഡ്ജ് ബീമിൻ്റെ പ്രിൻസിപ്പൽ കോമൺ റാഫ്റ്ററിൻ്റെ ആ എഡ്ജുകളെ എല്ലാം കൂടെ കണക്റ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അതിനെ ഈവ് ലൈൻ എന്ന് വിളിക്കും. അവിടെ ഒരു ബോർഡ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഈവ് ബോർഡ് അല്ലെങ്കിൽ ഫേസിയ ബോർഡ് എന്ന് വിളിക്കും. അപ്പോൾ ഈവ് എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോമൺ റാഫ്റ്റർ ഉണ്ട്. കോമൺ റാഫ്റ്റർ ഒരു ഭാഗം റിഡ്ജ് ബീമിലും മറ്റേ ഭാഗം ബ്രസ്യൂമർ അഥവാ അല്ലെങ്കിൽ വാൾ പ്ലേറ്റിലും ആയിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. അപ്പം അതേപോലെ എല്ലാ കോമൺ റാഫ്റ്ററിൻ്റെയും എൻഡ് ഈ നമ്മുടെ ബ്രസ്യൂമറിൽ നിന്നും കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്തേക്കുന്ന അതിൻ്റെ എഡ്ജസ് എല്ലാം കൂടെ കണക്റ്റ് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ ഈവ് ലൈൻ എന്ന് വിളിക്കും.
അവിടെ ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ബോർഡ് പ്രൊവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ അതിനെ ഈവ് ബോർഡ് എന്നായിരിക്കും വിളിക്കുന്നത്. ആ എഡ്ജിനെ വിളിക്കുന്ന പേരാണ് ഈവ് എന്ന് പറയുന്നത്. ഇനി കോമൺ റാഫ്റ്ററിൻ്റെ ലെങ്ത്ത് കൂടുതലാണ്, ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അത് വളഞ്ഞിങ്ങനെ സാഗ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പുർലെൻസ്. പുർലെൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ കോമൺ റാഫ്റ്ററിനെ പുർലെൻസ് സപ്പോർട്ട് ചെയ്ത് നിർത്തും. അതപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകത്തില്ല, ഓക്കെ, ഇങ്ങനെ സാഗ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ അതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് പുർലെൻസ്. ഇനി പുർലെൻസിൻ്റെ എൻഡുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗേബിൾ വാൾ ഉണ്ടല്ലോ, ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള, അപ്പോൾ ഗേബിൾ വാളിൽ എൻഡുകൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി പുർലിൻ്റെയും നീളം ഒരുപാട് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ പുർലിനും ഇതേപോലെ സാഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രസ്സസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഇതിന് മുന്നേ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. The arrangement of supporting an existing structure by providing support underneath foundation is known as. I'm sorry, ഇതായിരുന്നല്ല ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു. ലോവർ എഡ്ജ് ഓഫ് ദ ഇൻക്ലൈൻഡ് റൂഫ് ഇസ് കോൾഡ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഓപ്ഷൻ എ പിച്ചാണോ? അല്ല. ഓപ്ഷൻ ബി ഈവ് ആണോ? പിച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ലോപ്പിനെ വിളിക്കുന്നതാണ് പിച്ച് എന്നുള്ളത്. ഓപ്ഷൻ ബി ഈവ്, ഓപ്ഷൻ സി ക്ലീറ്റ്, ഓപ്ഷൻ ഡി ഗേബിൾ. ഗേബിൾ എന്ന് പറഞ്ഞാൽ ആ എൻഡിലുള്ള ട്രയാങ്കുലർ പോർഷനാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്ന എന്താണ്? ഈവാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഈവാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അപ്പെക്സ് ലൈൻ ഓഫ് സ്ലോപ്പിംഗ് റൂഫ് ഇസ് കോൾഡ്. അപ്പെക്സ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോപ്പിംഗ് റൂഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ഈ ഒരു ലൈനെയാണ് അപ്പെക്സ് ലൈൻ എന്ന് പറയുന്നത്. ആൻസർ വരിക ഓപ്ഷൻ ബി റിഡ്ജാണ്. ആദ്യത്തെ ഓപ്ഷൻ എ റൈസ് അല്ല, ഓപ്ഷൻ ബി റിഡ്ജ്, ഓപ്ഷൻ സി ഹിപ്പ് ആൻഡ് ഓപ്ഷൻ ഡി വാലി. ആൻസർ വരിക ഓപ്ഷൻ ബി റിഡ്ജാണ്. നെക്സ്റ്റ്, ദ ബീം റെസ്റ്റിംഗ് ഓൺ പുർലിൻസ് ആർ നോൺ ആസ്. പുർലിൻസിൽ റെസ്റ്റ് ചെയ്യുന്ന ബീംസിനെ വിളിക്കുന്ന പേരെന്താണെന്ന് നമുക്കറിയാം. കോമൺ റാഫ്റ്ററിന് സപ്പോർട്ട് കൊടുക്കുന്നത്, കോമൺ റാഫ്റ്ററിൻ്റെ ലെങ്ത്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുർലിൻസ് യൂസ് ചെയ്യുന്നത്. സോ ദ ബീം റെസ്റ്റിംഗ് ഓൺ പുർലിൻസ് ആർ നോൺ ആസ് കോമൺ റാഫ്റ്റർ. പിന്നെ മറ്റൊരു അടുത്ത ക്വസ്റ്റ്യൻ, ദ മെമ്പർ വിച്ച് ഇസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ടു സപ്പോർട്ട് കോമൺ റാഫ്റ്റർ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ഇസ് കോൾഡ്. ഹൊറിസോണ്ടലായിട്ട് കൊടുക്കുന്ന മെമ്പർ ദാറ്റ് സപ്പോർട്ട് ദ കോമൺ റാഫ്റ്റർ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ്. ആൻസർ എന്താ വരിക? പുർലിനാണ് വരിക. കോമൺ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുക പുർലിനാണ്. നെക്സ്റ്റ് വൺ, ദ ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ഇസ് കോൾഡ്. എന്താണ്? റിഡ്ജാണ് അല്ലേ. ടോപ്പ് മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റിഡ്ജാണ് ആൻസറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്കെഫോൾഡിങ്സിനെ പറ്റിയാണ്. സ്കെഫോൾഡിങ്സിൽ നിന്നും ഇതിന് മുന്നേ ചോദിച്ചു, സ്കെഫോൾഡിങ്, ഷോറിങ്, അണ്ടർപിന്നിങ്, ഇതിൽ നിന്നും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സപ്പോർട്ടിങ് ആൻ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ബൈ പ്രൊവൈഡിങ് സപ്പോർട്ട്സ് അണ്ടർനീത്ത് ഫൗണ്ടേഷൻ ഇസ് നോൺ ആസ്. ഓപ്ഷൻ എ piling, option B jacking, option C shoring, option D underpinning. Next question, horizontal member of scaffolding is called. Option A standard, option B ledger, option C raker, option D braces. Third question, a temporary structure erected to a wall for work. Option A scaffold, option B DPC, option C string, option D shoring. Fourth question, the inclined member of mason scaffolding which offers strength and stability and fixed to the ground. Option A standard, option B raker, option C braces, option D ledger. Next question, which type of scaffolding is used when the construction work is to be carried out for upper part of a multi-storied building? Option A bricklayer, option A bricklayer scaffolding, option B mason scaffolding, option C needle scaffolding, and option D all of the above. സോ നമുക്ക് സ്കെഫോൾഡിങ് എന്താണെന്ന് നോക്കാം. സ്കെഫോൾഡിങ് എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി സ്ട്രക്ചർ മാത്രമാണ്. ടെമ്പററി സ്ട്രക്ചർ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്തെങ്കിലും വർക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം മെൻ അല്ലെങ്കിൽ മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കെഫോൾഡിങ്സ് കൊടുക്കുന്നത്. അത് അവർക്ക് നിന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെഫോൾഡിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൽ ചെയ്യുന്ന വർക്കിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററിനെക്കാട്ടിലും കൂടുതൽ ഹൈറ്റിൽ വർക്ക്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെഫോൾഡിങ്സ് സാധാരണ കൊടുക്കാറുള്ളൂ. ഓക്കെ, സ്കെഫോൾഡിങ്ങിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് വരുന്നതാണ് സിംഗിൾ സ്കെഫോൾഡിങ് ഓർ ബ്രിക്ക് ലെയർ സ്കെഫോൾഡിങ് അല്ലെങ്കിൽ പുട്ട് ലോഗ് സ്കെഫോൾഡിങ് എന്ന് പറയുന്നത്. ഈ സിംഗിൾ സ്കെഫോൾഡിങ്ങിലെ പാർട്സ് ഏതൊക്കെ, കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വാളുണ്ട്, ഏതെങ്കിലും ഒരു ബ്രിക്ക് വാളുണ്ട്. ഇത് ആദ്യം കാണിച്ചത് ഇത് അതിൻ്റെ ഹൊറിസോണ്ടൽ ടോപ്പ് വ്യൂ ആണ്, ഇത് അതിൻ്റെ സൈഡ് വ്യൂ ആണെന്ന് വെച്ചു. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പേഴ്സാണ്. വെർട്ടിക്കൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ്സ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്, സ്റ്റാൻഡേർഡ്സ് എന്നാണ്. അത് ഗ്രൗണ്ടിലായിരിക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, വെർട്ടിക്കലായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലെഡ്ജേഴ്സ്. ഈ വാളിന് പാരലായിട്ട് വരുന്ന ഹൊറിസോണ്ടൽ മെമ്പേഴ്സാണ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. വാളിന് പാരലായിട്ടായിരിക്കും ഇത് വരിക, ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആയിരിക്കും. സോ അതാണ് ലെഡ്ജേഴ്സ്. പിന്നെ വരുന്നത് പുട്ട് ലോഗാണ്. വാളിന് പെർപെൻഡിക്കുലറായിട്ടാണ് പുട്ട് ലോഗ് വരിക. അതിൻ്റെ ഒരു എൻഡ് ലെഡ്ജറിലും സപ്പോർട്ട് ചെയ്യും, മറ്റേ എൻഡ് വാളിലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് മെയിനായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്ററിങ് വർക്ക്സിനൊന്നും ഉപയോഗിക്കുന്നില്ല, ബ്രിക്ക് വർക്ക്സിന് മാത്രമേ ഈ ഒരു സിംഗിൾ സ്കെഫോൾഡിങ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ പുട്ട് ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട്, വാളിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്നതാണ് പുട്ട് ലോഗ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എൻഡ് ലെഡ്ജറിൽ സപ്പോർട്ടഡ് ആയിരിക്കും. പിന്നീട് വരുന്നതാണ് നമ്മുടെ ഈ ആൾക്കാർക്ക് നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബോർഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ ബോർഡിനെ വിളിക്കുന്ന പേരാണ് ടോ ബോർഡ്. ടോ ബോർഡ് എന്ന് പറയുമ്പോൾ ഇത് പാരലായിട്ടായിരിക്കും, അതായത് ആ വാളിന് പാരലായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് ടോ ബോർഡ് എന്ന് പറയുക. ഓക്കെ, ഇനി ഈ സ്റ്റാൻഡേർഡ്സ് ഓവർടേൺ ചെയ്ത് താഴെ വീണു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻക്ലൈൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് റേക്കർ എന്ന് പറയും. സോ ഇത്രയൊക്കെയാണ് സിംഗിൾ സ്കെഫോൾഡിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ മെയിനായിട്ട് അത് ഉപയോഗിക്കുന്നത് ബ്രിക്ക് വർക്ക്സിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. അടുത്ത് വരുന്ന ഡബിൾ സ്കെഫോൾഡിങ് അല്ലെങ്കിൽ മാൻസൺ സ്കെഫോൾഡിങ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്കെഫോൾഡിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്റ്റോൺ വർക്ക്സിലൊക്കെയാണ് സാധാരണ ഈ ഒരു ഡബിൾ സ്കെഫോൾഡിംഗ് യൂസ് ചെയ്യുന്നത്. അത് വേറെ ഒന്നുമില്ല, ഇത് അതിൻ്റെ ടോപ്പ് വ്യൂ. ഇതതിൻ്റെ അപ്പോൾ ടോപ്പ് വ്യൂവിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം വാള് വരുന്നുണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ്സ് പക്ഷേ ഒരു ലെയർ മാത്രമല്ല സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, രണ്ട് ലെയറിൽ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ്സിന് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ മെമ്പറാണ്, അപ്പം ഹൊറിസോണ്ടലായിട്ട് ലെഡ്ജേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് തമ്മിൽ ലെഡ്ജേഴ്സിൽ സപ്പോർട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മറ്റതിൻ്റെ അകത്ത് പുട്ട് ലോഗ് പറയുന്നത് പോലെ ഇതിൻ്റെ അകത്ത് ട്രാൻസ്ഫോംസ് ആണ്. കാരണം രണ്ട് സ്റ്റാൻഡേർഡ്സിൽ വെച്ചേക്കുന്ന ലെഡ്ജേഴ്സിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഈ ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമിൻ്റെ മുകളിലാണ് ടോ ബോർഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഡബിൾ സ്കെഫോൾഡിംഗ് എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് റോ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ വരുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിൻ്റെ ഒക്കെ വർക്ക് വരുമ്പോൾ നമ്മൾ കാൻറ്റിലിവർ സ്കെഫോൾഡിംഗ് അല്ലെങ്കിൽ നീഡിൽ സ്കെഫോൾഡിംഗ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ഹൈറ്റുള്ള ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് താഴേന്ന് സ്കെഫോൾഡിങ് ചെയ്ത് വരാൻ പറ്റത്തില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ താഴെയുള്ള ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാൻറ്റിലിവർ സ്കെഫോൾഡിങ് അല്ലെങ്കിൽ നീഡിൽ സ്കെഫോൾഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നീഡിൽ ബീമാണ് പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ ബിൽഡിംഗ് ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നീഡിൽ ബീം പ്രൊവൈഡ് ചെയ്യും. ആ നീഡിൽ ബീമാണ് ബാക്കി മുകളിലേക്കുള്ള സ്കെഫോൾഡിംഗ് വർക്ക്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീടുള്ളതാണ് ഇത് കൂടാതെ മറ്റ് പല ടൈപ്പ് സ്കെഫോൾഡിങ്സ് ഉണ്ട്. അതായത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ സ്കെഫോൾഡിങ്, മെറ്റീരിയൽ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റീൽ സ്കെഫോൾഡിംഗ് ഉണ്ട്, ട്രസിൽ സ്കെഫോൾഡിംഗ് ഉണ്ട്. വലിയ ബിൽഡിങ്സിൻ്റെയൊക്കെ അകത്ത് വർക്ക് വരുമ്പോഴാണ് നമ്മൾ പെയിൻറ്റിങ് അങ്ങനത്തെ വർക്കിനൊക്കെ ട്രസിൽ സ്കെഫോൾഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.
അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് സ്കെഫോൾഡിംഗ് ആണ് ട്രെസൽ സ്കെഫോൾഡിങ്സ്. ഇനി പിന്നെ വരുന്നതാണ് ഷോറിങ് സ്കെഫോൾഡിങ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഷോറിങ്. ഷോറിങ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അൺസേഫ് സ്ട്രക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു സേഫ് ആയിട്ടുള്ള സ്ട്രക്ചറും ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ കണക്റ്റ് ചെയ്തിട്ട് ഒരു അൺസേഫ് സ്ട്രക്ചറിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഷോറിങ് വഴി. അപ്പം അതൊരു ടെമ്പററി സപ്പോർട്ടാണ് ഫോർ അൺസേഫ് സ്ട്രക്ചർ. അത് സേഫാക്കി മാറ്റുന്നിടത്തോളം അതിന് ഒരു സപ്പോർട്ട് കൊടുക്കാം. അതിനെയാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഷോറിംഗ് ഉണ്ട്. റേക്കിംഗ് ഷോറുണ്ട്, ഫ്ലൈ ഷോറുണ്ട്, ഡെഡ് ഷോറുണ്ട്. റേക്കിംഗ് ഷോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റു പേരാണ് ഇൻക്ലൈൻഡ് ഷോർ. ഫ്ലൈ ഷോറിന് മറ്റൊരു പേരാണ് ഹൊറിസോണ്ടൽ ഷോർ. ആൻഡ് ഡെഡ് ഷോറിന് മറ്റൊരു പേരാണ് വെർട്ടിക്കൽ ഷോർ. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ഷോറിംഗ് ആണ് ഉള്ളത്. പിന്നെ വരുന്ന അണ്ടർ പിന്നിങ്. അണ്ടർ പിന്നിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ 3 ഇതും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ 3 അതായത് സ്കെഫോൾഡിങ്, ഷോറിങ്, അണ്ടർ പിന്നിങ്, ഇതിൽ 3-ൽ നിന്നും ക്വസ്റ്റ്യൻസും ചോദിക്കാറുള്ളതാണ്. സോ അണ്ടർ പിന്നിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഇപ്പോൾ അതിന് ലോഡ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ആ ഫൗണ്ടേഷൻ മാറ്റി പുതിയൊരു ഫൗണ്ടേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ് അണ്ടർ പിന്നിങ്. അതായത് ആ ഫൗണ്ടേഷൻ്റെ വർക്ക് ഈ അണ്ടർ പിന്നിങ് വർക്ക് ചെയ്യും. അപ്പം ഒരു പുതിയ ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് അണ്ടർ പിന്നിങ്. പഴയ ഫൗണ്ടേഷനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ അതാണ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അണ്ടർ പിന്നിങ്. ഒരു സ്ട്രോങ് അല്ലാത്ത ഒരു അൺസേഫ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഷോറിങ്. നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്കെഫോൾഡിങ്. സോ നമുക്കിനി ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. The arrangement of supporting an existing structure by providing supports underneath foundation is known as. ആൻസർ വരിക എന്താണ്? underpinning. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് underpinning. നെക്സ്റ്റ് വൺ ഇസ് ദ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് സ്കെഫോൾഡിംഗ് ഇസ്. സ്റ്റാൻഡേർഡ്സ് ആണ് അടുത്ത ഓപ്ഷൻ. അത് വെർട്ടിക്കൽ മെമ്പർ ആണ്. ബി വരുന്ന ലെഡ്ജേഴ്സ്. അപ്പോൾ ലെഡ്ജറാണ് കറക്റ്റായിട്ട് ആൻസർ വരിക. ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളിന് പാരലായിട്ട് സ്കെഫോൾഡിങ്ങിന് ഹൊറിസോണ്ടലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ledgers. Next one, a temporary structure erected to a wall for work. Answer വരെ എന്താണ്? Scaffolding ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next, the inclined member of a mason scaffolding which offer strength and stability and fixed to the ground. Inclined member എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ്സ് വെർട്ടിക്കൽ മെമ്പർ ആണ്. ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണ്. പിന്നെ ഇറ്റ് ഇസ് ഫിക്സ് ടു ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആൻസർ വരിക റേക്കേഴ്സ് ആണ്. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് സ്കെഫോൾഡിംഗ് ഈസ് യൂസ്ഡ്? ബ്രേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്റ്റാൻഡേർഡ്സിൻ്റെ ഇടയ്ക്ക് ഡയഗണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബ്രേസസ്. സോ റേക്കേഴ്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വിച്ച് ടൈപ്പ് ഓഫ് സ്കെഫോൾഡിംഗ് ഇസ് യൂസ്ഡ് വെൻ ദ കൺസ്ട്രക്ഷൻ വർക്ക് ഇസ് ടു ബി ക്യാരിഡ് ഔട്ട് ഫോർ അപ്പർ പാർട്സ് ഓഫ് എ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ്. നമ്മൾ പറഞ്ഞതാണ് എന്താണ് കാന്റിലിവർ സ്കെഫോൾഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്യില്ല. താഴെത്തൊട്ട് മുകളിൽ വരെ സ്കെഫോൾഡിംഗ് ഉണ്ടാക്കി പോകാൻ പറ്റാത്ത അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാന്റിലിവർ സ്കെഫോൾഡിംഗ് ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു റൂഫിൽ നിന്നും സ്കെഫോൾഡിങ്ങിൽ നിന്നുമുള്ള. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടോപ്പിക്കും ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.